എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൻ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രൊഫസർ KM ഫ്രാൻസിസ്, ബഹുമാന്യനായ KS മാത്യു സാർ, പാസ്റ്റർ ജോബി ഹാൽവിൻ, ബ്രദർ മാരിയോ ജോസഫ് എന്നിങ്ങനെ 4 വ്യക്തിത്വങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം. ഞാൻ ആദ്യം ഈ വിഷയങ്ങളുടെ ഒരു സംക്ഷിപ്തം എന്ന് പറയാം. വർഷങ്ങൾക്കപ്പുറത്ത് ഇസ്ലാം മതം വിട്ടു കത്തോലിക്ക കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സജീവ പ്രവർത്തകനായി ക്രിസ്ത്യാനിറ്റിയിലെത്തിയ അവിടുത്തെ ഒരു ധ്യാന പ്രബോധകനായ മാരിയോ ജോസഫ്, സുലൈമാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പേര്. അദ്ദേഹം ഫിലോക്കാലിയ എന്ന അവരുടെ പ്രബോധന ധർമ്മങ്ങളിൽ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ വ്യവഹാര മേഖല കൗൺസിലിംഗ് ആണ്. അദ്ദേഹവും സഹധർമ്മിണിയും ചേർന്ന് വളരെ ഭംഗിയായിട്ട് ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ചില വിവാദങ്ങളുണ്ട്. വിവാദങ്ങൾക്ക് ആധാരം മാരിയോയുടെ ചില വാക്കുകൾ തന്നെയാണ്. ബ്രദർ മാരിയോ ഇസ്ലാമിലെ ചില വിഷയങ്ങൾ എടുത്ത് സൂചിപ്പിച്ചിട്ട് ഇസ്ലാമിൽ സമാധാനമുണ്ടെന്നും സ്ത്രീക്ക് സ്വാതന്ത്ര്യം മറ്റേതൊരു സമൂഹത്തെക്കാളും ഇസ്ലാം നൽകുന്നെന്നും ഒക്കെ ഉള്ള രൂപേണ വളരെ വസ്തുതാവിരുദ്ധമായ ചില പരാമർശങ്ങൾ ഇസ്ലാമിനെ പറ്റി നടത്തുന്നു. മാരിയോയുടെ അസമയത്തെ ഈ പ്രസ്താവന അല്ലെങ്കിൽ അനുചിതമായ ഈ പ്രസ്താവന വളരെ പെട്ടെന്ന് വിവാദമാകുകയും ഇസ്ലാമിക സുഹൃത്തുക്കൾ മാരിയോ ബ്രദറിൻ്റെ ഇത്തരത്തിലെ പരാമർശങ്ങൾ ഒരു മടങ്ങിവരവിനെ സൂചിപ്പിക്കുന്നു എന്ന രൂപേണ വീഡിയോകൾ ചെയ്യുകയും ചെയ്തു. നമ്മളുടെ ജംഗ്ഷൻ മുഹമ്മദ് എന്നറിയപ്പെടുന്ന അനിൽ മുഹമ്മദ് അല്ലെങ്കിൽ ജംഗ്ഷൻ മുഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര്. അദ്ദേഹം അത്യാവശ്യത്തിൽ സുലൈമാൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയിൽ അട്ടഹസിച്ച് ചിരിച്ച് അർമാദിക്കുന്ന ചില വീഡിയോകൾ ഞാൻ കണ്ടു. അപ്പോൾ മാരിയോ ജോസഫിന് ക്രൈസ്തവ സഭയിൽ നിന്ന് വലിയ പീഡനം നേരിടുന്നു. അദ്ദേഹം മടങ്ങിവരവിൻ്റെ പാതയിലാണ്. ഈ രൂപേണയൊക്കെയാണ് ഇപ്പോൾ ഇസ്ലാമിക് ആക്ടിവിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുന്നത്. അതിനിടയിൽ ഈ മാരിയോയുടെ വ്യത്യസ്തങ്ങളായ പ്രസംഗങ്ങൾ, അതിൽ ഖുറാനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒന്നാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വീഡിയോകളും രംഗത്ത് വന്നു. ഞാനേതായാലും ഈ മാരിയോ ജോസഫിനെ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഈ മാരിയോ എന്ന് മാത്രമല്ല, ഒരു അക്രൈസ്തവ മേഖലയിൽ നിന്ന് ഏതൊരാളും ഇത്തരത്തിൽ അവരുടെ പൂർവ്വമത വിശ്വാസങ്ങളെ ത്യജിച്ചു വരുന്ന ഒരാളോട് കാണിക്കേണ്ട ചില പരിഗണനകളും ബഹുമാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞപക്ഷം ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മാനവികതയുടെ ഉയർന്ന ഒരു ബോധതലത്തിലേക്ക് നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഉദാഹരണം, ലിയാഖത്ത് അലി ആയിരുന്നാലും ജബ്ബാർ മാഷായിരുന്നാലും ഇങ്ങനെ കുറേ മുസ്ലിങ്ങളുണ്ട്. ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈനും ഒക്കെ ഉണ്ട്. ഇവരാരും ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. മാത്രമല്ല, ഇതിൽ ലിയാഖത്ത് അലിയെ പോലെയുള്ള ആളുകൾ കൃത്യമായ ഒരു സ്വത്വബോധം സൂക്ഷിച്ച് ഇന്നും പക്ക മുസ്ലിങ്ങളായി നിന്നുകൊണ്ട് മുഹമ്മദിനെയും ഖുറാനെയും എതിർക്കുന്നു. കുറഞ്ഞപക്ഷം ഈ തീവ്രത ഇവരുടെ മനസ്സിൽ നിന്ന് പോകുകയും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാകുകയും ചെയ്ത ഘട്ടത്തിൽ ഇത്തരം ആളുകളോടും നമ്മൾ കാണിക്കേണ്ട ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ തീർച്ചയായിട്ടും മാരിയോ ജോസഫും അർഹിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ബ്രദർ മാരിയോയെ ഏതെങ്കിലും തരത്തിൽ മുറിപ്പെടുത്തരുത് എന്നും എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ ബ്രദർ മാരിയോയ്ക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് പറയാതെ വയ്യ. മാരിയോ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റി പറയുന്നതിന് പകരം ആ തെറ്റിലൂടെ ഉരുണ്ട് കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ജോബി ഹാൽവിൻ, അജീഷ് ആൻ്റണി തുടങ്ങിയ ചില സുഹൃത്തുക്കൾ ചില വീഡിയോകളിലൂടെ വളരെ കൃത്യമായി മാരിയോ ജോസഫിനെ വിമർശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുന്നത്. അവിടെ മാരിയോ ജോസഫിൻ്റെ ഇത്തരത്തിലെ വിമർശനങ്ങൾ ശരിയാണ് എന്നറിഞ്ഞിട്ട് കൂടി ബഹുമാന്യനായ KM ഫ്രാൻസിസ് സാറ് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജോബി ഹാൽവിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ്. അതിൽ അദ്ദേഹം പാസ്റ്റർമാർ
ഈ കത്തോലിക്ക സഭയെ തിരുത്താറായില്ല എന്നൊക്കെയുള്ള നിലയിലെ ഒരു പരാമർശമാണ്. ഞാനിവിടെ നടത്തുന്നത് ഈ ബഹുമാനായ KM ഫ്രാൻസിസ് സാറിനെ തിരുത്താനോ അല്ലെങ്കിൽ മാരിയോ ജോസഫിനെ തിരുത്താനോ അല്ല, മറിച്ച് പബ്ലിക്കിൽ പറയുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ കേൾവിക്കാർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 അതിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് ഈ വിമർശനത്തെ അല്ലെങ്കിൽ എൻ്റെ വിശകലനത്തെ ഫ്രാൻസിസ് സാർ എങ്ങനെ കാണും എന്നെനിക്കറിയില്ല. ഏതായാലും അങ്ങേപ്പോലെ പരിണിതപ്രജ്ഞനായ ഒരു പണ്ഡിതന് ഇത്തരത്തിലൊരു പ്രതികരണ ശൈലി ആവശ്യമാണോ എന്ന് അങ്ങ് പുനർവിചിന്തനം ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ വിഷയത്തിൽ ഞാൻ വസ്തുതാപരമായൊരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് എൻ്റെ സ്നേഹിതനും ഞാൻ വളരെ ആദരിക്കുന്ന ജ്യേഷ്ഠസ്ഥാനീയനായ നമ്മുടെ മാത്യു സാർ, കേസ് മാത്യു സാർ ഒരു നല്ല വീഡിയോ ചെയ്തിരിക്കുന്നു. ഈ മാത്യു സാറിനെ കുറിച്ചും ഒരു വാക്ക് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഗൗരവകരമായി തന്നെ ബൈബിൾ പഠിക്കുകയും അപ്പോൾ തന്നെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഒരു ഊർജ്ജസ്വലനായ വിശ്വാസിയായി തുടരുകയും ചെയ്യുന്ന ഒരു അൽമായ ചിന്തകനാണ്. അദ്ദേഹത്തിന് CCCയെക്കുറിച്ചറിയാം, ബൈബിളിനെ കുറിച്ചറിയാം, അദ്ദേഹത്തിന് അതിൻ്റെ ഗഹനമായ പഠനമുണ്ട്, കൂടാതെ സെൽഫ് സ്റ്റഡിയുണ്ട്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. ബേദലയം TVക്കും ഷെയ്ഖന TVക്കും ഒക്കെ അദ്ദേഹം അഭിമുഖങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ആത്മബന്ധം ഇപ്പോഴും ഉണ്ട്. എൻ്റെ കാരണം ഇസ്ലാമിനെ പ്രതിരോധിക്കേണ്ട ആശയപരമായ ലോകത്ത് പല കാര്യങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഇവിടെ കൃത്യമായി തന്നെ മാത്യു സാർ പറഞ്ഞ മറുപടിക്കപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹം വളരെ പഠനം നടത്തി ഈ വിഷയം പറയുമ്പോൾ ഒരു അഭിപ്രായം പറയാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ കരുതുന്നുള്ളൂ. എന്താണ് കത്തോലിക്ക സഭയുടെ രീതികൾ, അവരുടെ സമൂഹത്തോടുള്ള സമീപനങ്ങൾ, അത് സമൂഹം ഏറെക്കുറെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ സേവന പ്രവർത്തനങ്ങൾ, ജാതി മത ഭേദമന്യേ അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഇടപെടലുകൾ, ഇതൊക്കെ ഏതൊരാളും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ സഭയെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിമർശിക്കുന്നത് ജോബി ഹാൽവിൻ്റെ തലത്തിലെ വിമർശനമല്ല എൻ്റേത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഒരു പെന്തക്കോസ്ത് വിശ്വാസി എന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രത്തോട് എനിക്കുള്ള ആ വിയോജിപ്പ് കൃത്യമായി പറയേണ്ട ഇടത്ത് പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപക്വമായ ഒരു ശൈലിയിൽ പോകരുത് എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇതിനെ ഒരു കത്തോലിക്ക പെന്തക്കോസ്ത് ചർച്ചയായിട്ട് അങ്ങ് ചുരുക്കി കാണരുത് എന്ന് ഫ്രാൻസിസ് സാറിനോട് ഒരപേക്ഷയുണ്ട്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കത്തോലിക്ക സമൂഹങ്ങളെ എല്ലാ ഇടങ്ങളിലുമല്ല, പാലാ രൂപതയുണ്ട്. ആ രൂപത കൈക്കൊണ്ടിട്ടുള്ള, അവിടുത്തെ പിതാവ് കൈക്കൊണ്ടിട്ടുള്ള ചില സമീപനങ്ങളുണ്ട്. മാത്രമല്ല, അദ്ദേഹം അടുത്ത കാലത്ത് അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങൾ ഐക്യദാർഢ്യമുള്ളവരാണ്. ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ KM ഫ്രാൻസിസ് അവറുകളോട് അങ്ങയോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വരാം. എൻ്റെ നാട് എരിമേലി എന്ന് പറയും. അവിടെ സെയിൻറ്റ് തോമസ് എന്ന പേരിൽ ഒരു സ്കൂളുണ്ട്. 3 സ്കൂളുകൾ അവിടെയുണ്ട്. ഒന്ന് ദേവസ്വം ബോർഡിൻ്റേതാണ്, മറ്റൊന്ന് ഞാൻ കൂടി പഠിച്ച ഒരു ഇസ്ലാമിക മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള മഹല്ല മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള വാവർ മെമ്മോറിയൽ ഹൈസ്കൂളാണ്. കാരണം ദേവസ്വം ബോർഡ് ഹിന്ദു ഭരണ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാകിയാൽ ഞങ്ങൾക്കും ഒരു അങ്ങനെയെങ്കിൽ അയ്യപ്പൻ്റെയും വാവരുടെയും മതമൈത്രി ഉള്ള നാട്ടിൽ ഒരു സ്കൂൾ വേണം എന്ന ചിന്തയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സ്കൂളുണ്ട്. നല്ല സ്കൂളാണ്, ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സെൻറ്റ് തോമസ് സ്കൂളാണ്, കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ. അതിൻ്റെ വളരെ 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 താഴെയാണ് ഈ വാവർ മെമ്മോറിയൽ സ്കൂൾ. അതിൻ്റെ വളരെ വളരെ താഴെയാണ് ഈ ദേവസ്വം ബോർഡ് സ്കൂൾ. അപൂർവമായി മാത്രമായിരുന്നു അക്കാലത്തൊക്കെ SLC ആളുകൾ ജയിക്കുന്നത്. ദേവസ്വം ബോർഡ് സ്കൂളിൽ നിന്ന് ഒരാൾ SLC ജയിച്ചു എന്ന് കേട്ടാൽ അതൊരു അത്ഭുതം പോലെ കരുതുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്ര ബ്രില്യൻ്റായ ഒരു കുട്ടിയായിരിക്കും ജയിച്ചതെന്ന് ആളുകൾ കരുതുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മുസ്ലിം ജമാഅത്തെ മഹല്ല മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലെ സ്കൂളാണെങ്കിലും ജമാഅത്ത് അംഗങ്ങളുടെ കുട്ടികൾ പോലും പഠിച്ചിരുന്നത് ഈ സെയിൻറ്റ് തോമസ് സ്കൂളിലായിരുന്നു. അപ്പോൾ ഈ സെൻറ്റ് തോമസ് സ്കൂളിൽ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പ്രോഗ്രാം നടന്നു. NCCയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു, അല്ലെങ്കിൽ NCCയുടെ കോച്ചിങ് നടക്കുന്നു. ഈ സമയത്ത് അടുത്തൊരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹ സ്ഥലത്തു നിന്ന് അല്പം ഭക്ഷണം ഈ ടീച്ചേഴ്സിനും കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ വന്നവരൊക്കെ ഇത് കഴിച്ചു. ഏതാണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു പബ്ലിസിറ്റി ഉണ്ടായി. ഇതാ മുസ്ലിം കുട്ടികൾക്ക് പന്തിമാംസം വിതരണം ചെയ്തിരിക്കുന്നു.
ഈ NCCയുടെ പ്രോഗ്രാം കൊണ്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ദൂരങ്ങളിൽ നിന്ന് ഈരാറ്റുപേട്ടയിലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു 10-500 മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ വരികയും സ്കൂളിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് മതേതര കേരളത്തിൽ നാളുകൾക്കപ്പുറത്ത് നടന്നതാണ്. രണ്ടാമത്തെ സംഭവം പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്, മറ്റേ കോട്ടയം ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചിൻവാദ് പാലം എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ച സാം കോയമ്പത്തൂർ എന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല. ഈ സാം കോയമ്പത്തൂരിൻ്റെ ചിൻവാദ് പാലം വലിയ ഉള്ളടക്കമുള്ളൊരു കൃതിയല്ല, ഒരു ട്രാക്റ്റിൻ്റെ നിലവാരമുള്ളൊരു പുസ്തകം. അതിൽ മുഹമ്മദിനെ വിമർശിച്ചു എന്നുള്ളതാണ്. ആ വിമർശനത്തിൻ്റെ പ്രത്യേകത ഞാനോ മാത്യു സാറോ ഒക്കെ നടത്തുന്ന പ്രസ്താവനയുടെ 1000-1 പോലും ഇല്ല. അതാ സ്ഥിതി. അവിടേക്ക് വലിയ പ്രക്ഷോഭമുണ്ടായി. സാക്ഷാൽ അബ്ദുൽ നാസർ മദനി സ്ഥലത്തെത്തി. ആ സമയത്താണ് നമ്മുടെ പ്രൊഫസർ ജോസഫ് മാഷിൻ്റെ കൈവെട്ടുന്നത്. ഇത് രണ്ടുമെല്ലാം കൂടെ ചേർത്ത് മദനി പ്രസ്താവിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും വിമർശിക്കുന്നവരോട് കോംപ്രമൈസ് ചെയ്യുവാൻ ഇസ്ലാമിന് സാധിക്കില്ലെന്നും ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്ത് മുഹമ്മദിനെ വിമർശിച്ച ഒരാളിനെ ആ വിമർശകൻ്റെ മകനായിട്ടുള്ള മറ്റൊരു മുഹമ്മദ് അനുഗാമി അപ്പനെ തലവെട്ടി ഫുട്ബോൾ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെന്നും അതുകൊണ്ട് തൊടുപുഴയിലെ എംബോക്കി പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പേരാണ്, അല്ലാതെ താവോ എംബോക്കിയുടെ പേരൊന്നും ഇദ്ദേഹം ഓർത്ത് പറഞ്ഞല്ല, എംബോക്കി പ്രൊഫസറാണെങ്കിലും ഈ പുസ്തകം വിറ്റ് അരി വാങ്ങേണ്ട പെന്തക്കോസ്ത് പാസ്റ്ററാണെങ്കിലും, ഇതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, മദനിയെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള വലിയ സമ്പന്നനായിരുന്നു ഈ സാം കോയമ്പത്തൂർ. അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല. ഏതായിരുന്നാലും ഇതിന് ശേഷം കത്തോലിക്ക സഭയിലേക്കാണ് പതുക്കെ വിമർശനം കടന്നത്. വന്നവരെല്ലാം പതുക്കെ വിമർശനങ്ങളെന്ന് തുടങ്ങി. ഒടുക്കം ആ മേഖലയിലെ ക്രൈസ്തവർക്ക് ഒന്നിക്കേണ്ട പരിസ്ഥിതി ഉണ്ടായി. ആ പരിസ്ഥിതിയിൽ ഈ ഇസ്ലാമ്യരുടെ കച്ചവട സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം മര്യാദക്കാരായി. ഇന്നിപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട് നേരിടുന്ന സമാന്തരമായ ചില പ്രശ്നങ്ങളുണ്ട്. പാലയിലെ ബിഷപ്പ്, ആദരണീയനായ പാലാപിതാവ്, അദ്ദേഹം തൻ്റെ ഇടവകാംഗങ്ങളോട്, തൻ്റെ രൂപതയിൽപ്പെട്ട ആളുകളോട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളെ ഒഴിഞ്ഞിരിക്കണം. വളരെ ആസൂത്രിതമായി പെൺകുട്ടികളെ ചതിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങനൊരു സംവിധാനമുണ്ട്. പ്രൊഫസർ KM ഫ്രാൻസിസ് അവർ സ്വന്തം വീട്ടിൽ മക്കളോട് ഇത് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ അധികാരമുണ്ടല്ലോ പാലാപിതാവിന്. പാലാപിതാവിന് തൻ്റെ ഇടവകയിൽപ്പെട്ട ആളുകളോട് ഈ ഇടവകയ്ക്ക് പുറത്ത്, കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് വിവാഹം കഴിക്കുന്നവരെ പറയാം. അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒരാൾ വിവാഹിതനാകാൻ താല്പര്യപ്പെട്ടാൽ ഹിന്ദുവിനെ ഹിന്ദുവാക്കി നമ്മൾ വിവാഹം കഴിപ്പിക്കുകയല്ലോ. ഞങ്ങളും അങ്ങനെയല്ല ചെയ്യുന്നത്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒരു വിവാഹം നടക്കേണ്ടി വന്നാൽ അവർക്ക് ക്രിസ്തീയമായ കാര്യങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ എന്നറിഞ്ഞിട്ടാണല്ലേ അവരെ അവരുടെ വഴിക്ക് വിടുകയാണ്. അതാണ് അതിൻ്റെ രീതി. നമ്മൾ തമ്മിൽ പോലും കുറി കൈമാറുന്നില്ല, വിവാഹക്കുറി. കാരണം എന്താണ്? കത്തോലിക്കനായ ഒരാൾ പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നാൽ അതിൻ്റെ രീതികളുണ്ട്. അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് പെൺകുട്ടിയെ കത്തോലിക്കൻ വിവാഹം കഴിച്ചാൽ തിരിച്ച് അതിൻ്റെതായ രീതികളുണ്ട്. അത് ചിട്ടയും നിയമമാണ്. അതെന്തിനാണ് ബലി കഴിക്കുന്നത്? അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിന് കലഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് തമ്മിൽ തല്ലേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ബിഷപ്പ് പാലാപിതാവ് തൻ്റെ സമൂഹത്തോട് പറഞ്ഞ കാര്യത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് മാധ്യമത്തിലൂടെ ലീക്കായി. അതിന് പാലാപിതാവ് എന്ത് പിഴച്ചു? ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന ഒരു കാര്യം, എൻ്റെ ചർച്ചിൽ പറയുന്നൊരു കാര്യം, എൻ്റെ സമൂഹത്തോട് പറയുന്നൊരു കാര്യം, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. തെറിയൊന്നുമല്ലല്ലോ, രാജ്യദ്രോഹ കുറ്റമുള്ളല്ലോ, അത് സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള കാര്യമല്ലല്ലോ. ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം. ഇതാണ് അതേ ഓർമ്മപ്പെടുത്തിയത്. എന്തെല്ലാമായിരുന്നു? 153A ചാർജ് ചെയ്യുന്നു. അത് നടക്കട്ടെ, പോലീസ് ചെയ്യട്ടെ. അതേസമയത്ത് ഈ തീവ്രവാദം പറയുന്നവരോട് പോലീസ് കാട്ടുന്നത് എത്ര വലിയ വിധേയത്വമാണെന്ന് അങ്ങേക്കറിയാമോ? അവിടെയാണ് ഈ പാലയിലേക്ക് ഇരമ്പിക്കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടുത്തെ ചുണക്കുട്ടികളായ കത്തോലിക്കരുണ്ട്. അവർ അങ്ങേപ്പോലെ അല്ലാത്തവരോടെയുണ്ട്. അത് പറയുന്നതിൽ ക്ഷമിക്കണം. അവരതിനെ ചെറുത്തു. കാരണം അവരുടെ പിതാവിൻ്റെ ജീവൻ അത് വെച്ച് പന്താടാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ കാർക്കശ്യത ചില രൂപതകൾക്ക് നഷ്ടപ്പെട്ടു. അവർ മതേതരത്വത്തിൻ്റെ പേരിൽ തീവ്രവാദികളെ ഇങ്ങനെ പരിരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പരിണിതഫലമായിട്ട് എന്തൊക്കെ നടന്നെന്ന് അങ്ങയ്ക്ക് വലിയ പിടിയില്ല. എനിക്കും അറിയാം, KS മാത്യു സാറിനും അറിയാം, ആഴത്തിലറിയാം ഇത്തരം സംഭവങ്ങൾ. ഞാനിതിൻ്റെ ഒക്കെ നേരിട്ട് കണ്ട ഒരു വക്താവും എന്താ പറയുക, സംഭവങ്ങളുടെ വക്താവാണ്. KS മാത്യു സാറിനും വളരെ കാര്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ അറിയാം. ഞങ്ങളിതിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് ഫ്രാൻസിസ് സാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും മുസ്ലിങ്ങൾക്കെതിരല്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള അങ്ങയുടെ വാദത്തോട് 100% യോജിപ്പാണ്. പക്ഷേ പ്രശ്നം അവരുളവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ മതബോധം അത് വെച്ചിട്ട് അവർ കത്തോലിക്ക കുട്ടികളെ ധാരാളമായിട്ട് മതം മാറ്റിക്കൊണ്ടുപോവുകയും അവർ ക്രമേണ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നു വിദേശത്ത് പോയിട്ട്. അങ്ങേക്കത് വലിയ പിടിയുണ്ടാവില്ല. അങ്ങ് കേരള ശബ്ദത്തിൻ്റെ കഴിഞ്ഞ ലക്കം വായിക്കണം. 35,000 സ്ത്രീകളെ കേരളത്തിൽ നിന്ന് കാണാതായിരിക്കുന്നു. 35,000-ൽ പരം സ്ത്രീകളാണ് കേരളത്തിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. എവിടെ പോയി ഇവരെ? ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തരുന്ന അറിവുകളാണ് കേരള ശബ്ദം പങ്കിടുന്നത്. ഇതുപോലെ ഇനി പഠിച്ചു നോക്ക് എവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചുവെന്ന്. പ്രസിദ്ധമായ ഹാദിയ കേസ് അങ്ങേക്ക് അറിവുള്ളതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ ചെറുക്കേണ്ടേ? അക്കാര്യത്തിൽ സഭയ്ക്ക് നിലപാടുണ്ടാകേണ്ടേ? കാഴ്ചപ്പാടുണ്ടാകേണ്ടേ? ഇതാണ് പറയുന്നത്. ഇനി ജോബി ഗാൽവിൻ്റെ പ്രസംഗത്തിൽ ഈ മേരിയോളജിയെപ്പറ്റിയോ കത്തോലിക്ക ചിന്തയെപ്പറ്റിയോ വിമർശനം ഉണ്ടെങ്കിൽ അങ്ങ് തീർച്ചയായും വിമർശിക്കണം. തിരിച്ച് ജോബി ഗാൽവിന് തിരിച്ചും പറയാൻ അവകാശമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആൽക്കുടത്തോട്ടത്തിൻ്റെ ഈ ദൈവശാസ്ത്രം തെയോളജിക്കൽ കാഴ്ചപ്പാടനുസരിച്ച് മേരിയോളജി ഇതുമായി പൊരുത്തപ്പെടുന്നതല്ല. തീർച്ചയായും എനിക്ക് നിങ്ങൾ മറുപടി തരണം. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, തിരിച്ച് എനിക്ക് നിങ്ങളോടും മറുപടി പറയാം. പക്ഷെ അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. ഇത് ഒരു സാമൂഹ്യ ദുരന്തത്തെ, ഒരു സാമൂഹ്യ വിപത്തിനെ ചെറുക്കണം എന്നുള്ള ഒരു വാദം വരുന്നിടത്ത് അങ്ങ് പറഞ്ഞത് സത്യത്തിൽ മാത്യു സാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ നിലപാട് പോലും അങ്ങനെയല്ല. അങ്ങ് പറയുന്ന പോലെയല്ല. അത് കത്തോലിക്കനല്ലാത്ത എനിക്ക് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് അങ്ങ് പറയുന്ന പോലെ അല്ല, അത് മാത്യു സാർ പറയുന്നത് പോലെയാണ് എന്ന് പറയുന്നത് വളരെ പഠിച്ചിട്ടാണ്, കാര്യങ്ങൾ ആ വിധത്തിൽ ഉൾക്കൊണ്ടിട്ടാണ്. അതുകൊണ്ട് മാരിയോ ജോസഫ് അനവസരത്തിൽ ഉയർത്തിയ ഈ ചിന്ത അതുണ്ടാക്കിയ പ്രത്യാഘാതം വളരെയാണ്. മാരിയോ ജോസഫ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നു, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ കണ്ടു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഇതിനു മുമ്പ് തന്നെ മാരിയോ ജോസഫിനെ പറ്റി പല വിമർശനങ്ങളുണ്ട്. ഈ വിമർശനങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജാഗ്രത കുറവാണ്. അത് എന്തുമാകട്ടെ, ഇപ്പുറത്ത് ഇത്തരം ആളുകളെ, അത് ക്രൈസ്തവരുടെ ഒരു പൊതുപ്രശ്നമുണ്ട്. ആ പൊതുപ്രശ്നം അക്രൈസ്തവ മേഖലയിൽ നിന്ന് ഒരാൾ, വിശേഷിച്ച് ഇസ്ലാമിൽ നിന്നൊക്കെ വന്നാൽ, അത് പെന്തക്കോസ്തും കാത്തലിക്കും ഒക്കെ ഇതിനകത്ത് കണക്കാണ്. കാരണം ഇത്തരം ആളുകളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കില്ല. കൃത്യമായ വിധത്തിൽ കാര്യാദികളെ പ്രതിരോധിക്കാനുള്ള അറിവ് അവർക്ക് നൽകിയിട്ടല്ലാതെ പ്രബോധന മേഖലകളിലേക്ക് അയക്കുന്നതിൻ്റെ ഒരപര്യാപ്തതയുണ്ട്. അത് പരമ്പരാഗതമായ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർക്ക് ആ പ്രശ്നം അത്ര കണ്ടില്ല. എന്നാൽ കാര്യമായ ട്രെയിൻഡ് അല്ലാത്ത ആളുകളെ നമ്മൾ ഈ വിധത്തിൽ പ്രൊമോട്ട് ചെയ്യുക വഴി അവർ പറയുന്ന കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാൻ, അതിനെ കൃത്യമായ സഭയുടെ ചർച്ചാ പരിസരത്ത് തന്നെ ഇവർ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അതില്ലാതെ പോയതിൻ്റെ അപര്യാപ്തത ഉണ്ട് എന്ന് പറയാതെ വയ്യ. അതിനിയും മാരിയോ ജോസഫ് ചിലത് കൂടി തിരുത്താനുണ്ട്, കുറേ കൂടി അദ്ദേഹം പഠിക്കാനുണ്ട് ഈ വിഷയത്തിലാണ് കേട്ടോ. അദ്ദേഹം ജ്ഞാനിയുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അറിവിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇനി പറഞ്ഞത്, ഇത്തരം ചർച്ചകളെ അങ്ങ് ഗൗരവത്തിലെടുക്കണം. ഇതിനെ ചെറുതായി കാണാനൊരു വഴിയുള്ളൂ. ഇത് ഗൗരവത്തിലെടുക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. പെന്തിക്കോസ്ത് ഭാഷ വീണ്ടും ഇതുപോലെ വന്ന് അങ്ങേ വിമർശിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഈ വിഷയത്തിന് വേറൊരു തലമാകും. ഞാനതിൽ കടന്നു പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു വിപത്ത്, ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന വലിയ വിപത്തുണ്ട് സാർ. അങ്ങക്ക് താമസം വിനാ അത് മനസ്സിലാവും. അതിൻ്റെ കിടപ്പ് എവിടെയാണെന്നും അതിൻ്റെ ആഗോള അജണ്ട എന്താണെന്നും ഒരു പാൻ ഇസ്ലാമിക് ഇമ്പീരിയലിസം എങ്ങനെ വളർന്നു വരുന്നുവെന്നും അങ്ങ് കാര്യക്ഷമതയോടെ പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഈ കെ.എസ്. മാത്യു സാർ കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ഹാർമണി നിലനിൽക്കണം, സെക്കുലറിസം നിലനിൽക്കണം. പക്ഷെ അത് ക്രൈസ്തവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് അങ്ങ് ചുരുക്കി കാണരുത്. ഒടുവിലായിട്ടൊരു കാര്യം കൂടെ, നമ്മുടെ ദീപിക പത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയലിൽ അവരുടെ അച്ഛൻ എഴുതിയ ഒരു ലേഖനത്തെ ആസ്പദമാക്കി അലിയാർ കാസിമിയുടെ ഒരു മറുപടിയുണ്ട്. അങ്ങ് അത് ശ്രദ്ധിച്ചു കാണും. അതിൽ പറയുന്നത്, ഈ പുരോഹിതന്മാർക്കൊക്കെ എന്തു പറ്റി? ഇവർ നല്ല മതേതരവാദികളും നല്ല മനുഷ്യരുമായിരുന്നു, പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ വർഗീയവാദികളായി. കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ എഡിറ്റോറിയൽ അങ്ങ് വായിക്കും. അവിടെ വായിക്കേണ്ട വസ്തുത വഖഫിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം പറയുകയാണ്. ആ നിരീക്ഷണം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. എന്നിട്ട് അത് മുഗളന്മാരുടെ കാലത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്ത സ്വത്തിനെക്കുറിച്ചുള്ളൊരു വിശകലനം ചരിത്രബോധമില്ലാതെ അച്ഛന് പറയാൻ പറ്റില്ല. മനസ്സിലായി? എഡിറ്റർക്ക് പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് അലിയാർ കാസിമിക്ക് അത്ര ഒരു ബോധം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞേക്കണം, സെൻറ് ഡോമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി, ഇനി സെൻറ് തോമസ് കോളേജ് പാല, ഇനി നമ്മുടെ ആലുവ UC കോളേജും ഒക്കെ നമുക്ക് ഈ ക്രൈസ്തവർക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് അദ്ദേഹം അറിയണ്ടേ.
ഒക്കെ ബ്രിട്ടീഷുകാർ തന്നിട്ട് പോയതാണ്. എത്രമാത്രം അബദ്ധമാണ് ഈ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ബ്രിട്ടീഷുകാരും കത്തോലിക്ക സഭയായിട്ട് എന്താണ് ബന്ധമെന്നൊന്ന് ആലോചിച്ച് നോക്കി. വല്ല ബന്ധമുണ്ടോ സാറേ? ബ്രിട്ടീഷുകാർ ഇനി പ്രൊട്ടസ്റ്റൻറ്റുകളുടെ കുറേ സ്ഥാപനം അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് കാര്യങ്ങൾ? നിങ്ങളൊന്ന് വിചിന്തനം ചെയ്ത് നോക്ക്. ചുരുക്കി പറഞ്ഞാൽ വഖഫിൻ്റെ സ്വത്തുക്കൾ ഇതിന് വേറൊരു പശ്ചാത്തലമുണ്ട്. തൊടുപുഴയിലും അതുപോലെ തന്നെ പല കത്തോലിക്ക സ്ഥാപനങ്ങളിലും നമ്മൾ മസ്ജിദ് പണിത് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാം. ഇതേപ്പറ്റിയൊക്കെ ഒരു അക്ഷരം മിണ്ടാത്ത അലിയാർ കാസിമിയാണ്, അത് ശരിയല്ലെന്ന് പറയാൻ വാതുറക്കാത്ത ആളാണ്. ഈ അച്ഛൻ്റെ എഡിറ്റോറിയലിനെ വിമർശിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു, അച്ഛൻ്റെ കാരണവന്മാരുടെ വകയൊന്നും അല്ല ഇതൊന്നും. ഞങ്ങൾക്കൊന്നും ഇത് കേട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ കത്തോലിക്കനല്ല, പക്ഷേ ഇത് കേട്ട് വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കാത്തത് വർഗീയതയല്ല, വെറുതെ ഇരിക്കാത്തത് ഒരു മനുഷ്യനെന്ന നിലയിൽ അങ്ങനെയല്ലല്ലോ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. നമ്മളാരും അലിയാർ കാസിമിയുടെ പിതാവിന് പറയാം, അത് നമ്മൾ നാളെ അത് ഉദ്ദേശിക്കുന്നില്ല. അവിടെയാണ് ക്രൈസ്തവ മൂല്യം നിലനിർത്തിക്കൊണ്ട് അലിയാർ കാസിമിക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള ബാധ്യത പ്രൊഫസർക്കുണ്ടെന്നേ, അങ്ങേക്കുണ്ട്. അത് അങ്ങേറ്റെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളോട് അശ്ലീലം വേണ്ട, അനാവശ്യം വേണ്ട, ക്രൈസ്തവ സഹജമായ പക്വതയിൽ നിന്നുകൊണ്ട് ഉപ്പിനാൽ രുചി വരുത്തിയതെന്ന് കർത്താവ് പറഞ്ഞ അതേ വിധത്തിൽ ആധികാരികവും കർശനവുമായ ഒരു മറുപടി കൊടുക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്, എനിക്കുണ്ട്. എൻ്റെ ബാധ്യത ഒരു ക്രൈസ്തവനെന്ന കടക്കൂട്ടുണ്ട്, ഒരു പൗരനെന്ന നിലയിൽ കണ്ടാൽ മതി. അങ്ങനെ അങ്ങ് കണ്ടാൽ മതി തൽക്കാലം. കാരണം പെന്തക്കോസ്തുകാരനായതുകൊണ്ട് അങ്ങേക്ക് എന്തോ ഒരകലമൊക്കെ ഉണ്ടായേക്കാം. അല്ല, അങ്ങ് പറയുന്നുണ്ട് അങ്ങനൊന്നും ഇല്ലെന്ന്. സ്വാഭാവികം. ഇനി അത് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം, ആ നിലയിൽ തന്നെ ചിന്തിക്കാം. അപ്പോൾ പറഞ്ഞ് ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതേ അലിയാർ കാസിമി എന്തുകൊണ്ടാണ് എർദോഗൻ യാക്കോബായ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ ദേവാലയം പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ അർമാദിക്കുന്ന വാർത്ത ചന്ദ്രികയിൽ വന്നപ്പോൾ, അതും ഈ മതേതരത്വത്തിൻ്റെ കാവലാൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തങ്ങളെ, സാദിക്കലി തങ്ങളെ ആവേശം കൊണ്ട് ലേഖനം എഴുതിയപ്പോൾ അതെന്താ ഇദ്ദേഹത്തെ ഇതുപോലെ വിളിക്കാഞ്ഞ്? ഇത് പിടിച്ചെടുത്തല്ലേ? അപ്പോൾ ഈ പിടിച്ചെടുക്കൽ കുറേ കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. കാൽച്ചുവട്ടിയിരിക്കുന്ന നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് നിങ്ങൾക്ക് നഷ്ടമാകും. ഇവിടെയാണ് വിഷയം. ഇവിടെ ജാഗ്രതപ്പെടേണ്ട ഒരു പരിസ്ഥിതി സംജാതമായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട KS മാത്യു സാർ കൃത്യമായി പറഞ്ഞു വെച്ച സ്ഥിതിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കുള്ള ഒരു അനുബന്ധമായി മാത്രം കരുതിക്കൊള്ളണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ബഹുമാനപ്പെട്ട മാരിയോ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് സാറ്, ഇവരെയൊക്കെ ഏതെങ്കിലും ഇവർ രണ്ടുപേരുമാണല്ലോ വിരുദ്ധപക്ഷത്ത്, ഈ ചിന്തയുടെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന രണ്ടാളുകൾ. അവരെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് സഹവർത്തിത്വത്തോടെ കാര്യഗൗരവത്തോടെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിൽ അങ്ങേക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. കർത്താവിൽ എളിയ സഹോദരൻ അനിൽ കൊടുത്തു.